സ്പോർട്സ് മേഖലയില്? സ്പോർട്സില് ക്രിക്കറ്റിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. എങ്ങനെയാണ്, കളിക്കോ? സ്കൂൾ ഡേയ്സിൽ കളിച്ചിട്ടുണ്ടായിരുന്നു, ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഞങ്ങളുടെ അസോസിയേഷൻ്റെ വല്ല ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാകുമ്പോൾ കളിക്കാറുണ്ട്. അസോസിയേഷൻ ഏത് അസോസിയേഷൻ? ഇവിടെ ഞങ്ങൾക്ക് മലയാളി കാത്തലിക് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അസോസിയേഷൻ ഉണ്ട്. പിന്നെ പള്ളി ലെവലിൽ ഞങ്ങൾക്ക് ഗെറ്റ് ടുഗദർ പരിപാടിയൊക്കെ ഉണ്ട്. അസോസിയേഷനിലെ മെമ്പറാണോ? അതെ. പോസ്റ്റും വഹിക്കുന്നുണ്ടോ? ഞാൻ പള്ളിയിൽ 2006 ട്രഷറർ ആയിരുന്നു, ഇവിടുത്തെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് മത്തിക്കരയിൽ. പിന്നെ അസോസിയേഷനിൽ കമ്മിറ്റി മെമ്പർ എന്തൊക്കെയാ സാമൂഹിക പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാമൂഹിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിൻസെന്റ് പോളിന് സഹായിക്കാം. പിന്നെ ഇവിടെ പള്ളി വകയിൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ ഒരു കളക്ഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. മറ്റേ രീതിയിൽ സോഷ്യലായിട്ട് ഇപ്പോൾ സൊസൈറ്റി അങ്ങനെ ഈ അസോസിയേഷൻ്റെ കൂടാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പോൾ കലാപരമായിട്ട് ഒത്തിരി ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവുന്നുണ്ട്. എന്ത് തന്നെ ഏജ് ആയാലും അതൊരു ബാറല്ല. അപ്പോൾ എല്ലാവരും ഓരോരോ ലൈനിൽ പാടാനോ അല്ലെങ്കിൽ ഡാൻസിനോ, ഇപ്പോൾ നമ്മൾ ടി വിയിൽ കാണുന്നുണ്ടല്ലോ, ഒത്തിരി ബൂസ്റ്റിംഗ് ആയ എപ്പിസോഡ്സ് ഒക്കെ വരുന്നുണ്ട്. അത് കലാപരമായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റോ അങ്ങനെ പാർട്ടിസിപ്പേഷൻ ഏതിലെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളുടെ അങ്ങനെ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ പള്ളി ലെവലിൽ ഇവിടെ വാർഡ് യൂണിറ്റ് എന്ന് പറയും, യൂണിറ്റിൽ ഗെറ്റ് ടുഗദർ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഡ്രാമയൊക്കെ നടത്താറുണ്ട്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രാമയിൽ എത്ര ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഒരു 3 ഡ്രാമയായിട്ട് ഞങ്ങൾ വർഷം ഈ യൂണിറ്റ് ഞങ്ങൾ തന്നെ ചേർന്ന് സ്ക്രിപ്റ്റ് എഴുതി, സോഷ്യൽ ഡ്രാമയും ബിബ്ലിക്കൽ ഡ്രാമയും അങ്ങനെ ഞങ്ങൾ തന്നെ ചെയ്തു. കലാപരമായിട്ട് കുറച്ച് കലാകാരനകത്തുണ്ട്. കലാകാരെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ അതെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ പഠിക്കുന്ന സമയത്തും ഡയറക്ടറിന്റെ പരിപാടിക്കൊക്കെ ആലോചിച്ചതാണ്. പക്ഷെ പിന്നീട് ടൈമും മറ്റേതൊന്നും സെറ്റ് ആവാണ്ട് വന്നപ്പോൾ നാച്ചുറലി നമ്മൾ ഒരു കൂടിന്റെ ഉള്ളിൽ വന്ന് സെറ്റിൽ ആവാണ്. ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഡയറക്ടറിനും മറ്റേതിന്റെ. പക്ഷെ ആ ഇൻട്രസ്റ്റ് ആണ് ഇപ്പോ ഈ ചർച്ചിന്റെ പരിപാടി അതിലൊക്കെ നിങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നല്ലേ? അല്ല, ചർച്ചിന്റെ നമ്മൾ സ്പിരിച്വൽ ആയിട്ട് കൊണ്ടാണ്. ബട്ട് ഡ്രാമ ആണെങ്കിലും അത് സ്പിരിച്വൽ ആണെങ്കിൽ തന്നെ യു ഹാവ് ടു പുട്ട് യുവർ ആക്ടിങ് ഇൻ ദാറ്റ് അല്ലേ? എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ ബിക്കോസ് പെട്ടെന്ന് അഭിനയമൊന്നും അങ്ങനെ ആർക്കും കിട്ടിക്കൂടാ. ദാറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ആക്ച്വലി ഐ ക്യാൻ സേ. പിന്നെ ഇവിടെ ലീഷർ ടൈമില് ഫാമിലി ആയിട്ട് എവിടേക്കൊക്കെ പോകും പുറത്തേക്ക്? ഇവിടെ ബാംഗ്ലൂർ ഞങ്ങൾ ഒരു പാർക്ക് പിന്നെ അങ്ങനെയുള്ള വിസിറ്റിംഗ് പ്ലേസസ് ഇവിടെ ബാംഗ്ലൂരിൽ എന്തൊക്കെയല്ല സൺഡേസ് പോകാറുണ്ട്. പിന്നെ ഇപ്പോൾ പിള്ളേരുടെ എഡ്യൂക്കേഷൻസ് ക്ലാസ്സൊക്കെ ഇപ്പോൾ 10ാം ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് കുറച്ചിരിക്കുകയാണ്. ബോർഡ് എക്സാം ഒക്കെ കഴിയട്ടെ. പിന്നെ നിങ്ങളുടെ പർട്ടിക്കുലർ ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലേബറോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല, ഡയറക്റ്റ്ലി ഒരു വർക്കറിന്റെ ആവശ്യമില്ല. അല്ല, ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ആവശ്യം ഉണ്ടാവുമായിരിക്കും. പക്ഷേ എൻ്റെ കൺട്രോളിൽ ഞാൻ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ എം ഹാവിങ്, അതുകൊണ്ട് ആവശ്യമില്ലാണ്ട്. പക്ഷെ ഒരു വർക്കേഴ്സിനൊക്കെ ഇട്ട് ഒരു മറ്റുള്ളവർക്ക് ഒരു ലൈഫ് കൊടുക്കുന്ന മാതിരി എന്തെങ്കിലും ബിസിനസ് കൂടി തുടങ്ങാൻ നല്ല ഐഡിയ ഉണ്ടോ ഇൻ ബാംഗ്ലൂർ ഇറ്റ് സെൽഫ്? എൻ്റെ ബിസിനസ് ഇതിനെ കുറിച്ച് പറയാറുണ്ട്. വേറെ എന്തെങ്കിലും ചേട്ടൻ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഞാൻ ഒരുവിധം ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണമുണ്ട് ടൈം അലോ ചെയ്യുന്നില്ല. പക്ഷേ വേറെ എന്തെങ്കിലും ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും അതെ, നമ്മൾ ഡൈവേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റും, നമ്മൾ കറന്റ് ബിസിനസ് പോയാലാവും. അതെ. പിന്നെ ജീവിതത്തിൽ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എന്താണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യം ഓപ്പൺനെസ് മാക്സിമം 100% പറയാൻ പറ്റില്ല. ഫിനാൻസിൽ നോർമലി ഓപ്പൺനെസ് കുറച്ച് കുറവുണ്ടെങ്കിലേ ശരിയാവുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ്. അല്ല, ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ ക്ലയൻസ് ആയിട്ട് നമ്മൾ നല്ല റിലേഷൻസ് വെക്കുമ്പോൾ അവർ ഇപ്പൊ എനിക്ക് അറിഞ്ഞ് ഇവിടെ തന്നെ 14 years ആയിട്ട് ഞാൻ 14 years ആയിട്ട് എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് അത് എൻ്റെ റിലേഷൻഷിപ്പ് കാരണമുണ്ടാകും. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വർഗീസ് സാറിന്റെ അഡ്വൈസ് എന്താണ് നമ്മുടെ മലയാളികൾക്ക്?
അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ നമുക്ക് ബിസിനസ് ആയാലും ജോലി ആയാലും യു വർക്ക് ഹാർഡ്. അതായത് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയെങ്കിൽ അത്രയും ബുദ്ധിമുട്ടി നമ്മുടെ ജോലി നമ്മൾ എല്ലാം ചെയ്യാം. പക്ഷെ കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ടും ജസ്റ്റ് ഫുള്ളായിട്ടും കുറച്ചൊക്കെ കറക്റ്റായിട്ട് ആ പരിപാടി ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലൊരു ജനറൽ ആയിട്ടുള്ളൊരു പീസ്, അതായത് സമാധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഒരു ഫീലിംഗ്. ഫാന്റാസ്റ്റിക്. ഇതിനെക്കാട്ടിലും നല്ല അഡ്വൈസ് വേറെ എന്ത് കൊടുക്കാനുണ്ട്? തീർച്ചയായിട്ടും ഹാർഡ് വർക്കും എഫേർട്ടും ട്രാൻസ്പെറൻറ്റ് ഏത് കാര്യം ചെയ്യുകയാണെങ്കിൽ 100% there will be peace in your life. Correct. That is what I am meaning. I understood. So anyways, വെൽത്തിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ പീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. വെൽത്ത് വേണം, ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും വെൽത്ത് ഇല്ലാണ്ട് നമുക്ക് ഒരു കംഫർട്ട് ഉണ്ടാവില്ല. പക്ഷെ വെൽത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും ഒരുവിധം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ. അത് നാച്ചുറൽ ഒരു ബേസിക് ആയിട്ട്. പിന്നെ ഉള്ളതൊക്കെ നമ്മൾ കുറച്ച് തിങ്ക് അബൌട്ട് ദ ലൈഫ്, അതിന്റെ ഒരു ഹാപ്പിനെസ്, അതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് പ്രയോറിറ്റി ടു ലൈഫ് ആൻഡ് ദെൻ ടു മെയിൻറ്റെയിൻ ദാറ്റ് ലൈഫ് വി നീഡ് വെൽത്ത്. സോ ഒരു സർട്ടൻ പെർസെന്റേജിന് മാത്രം വെൽത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചിലര് ഈ വെൽത്ത് ഏർണിംഗിൽ മാത്രം അല്ലെങ്കിൽ വെൽത്ത് നമ്മൾ ലൈഫ് കുറച്ചൊന്ന് അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ ആ ലൈഫിന്റെ ഒരു ബെനിഫിറ്റ് പോകും. കറക്റ്റ്. എന്തിനു വേണ്ടി ജീവിക്കുന്നുള്ളത് മറക്കാൻ പാടില്ല. എനിവേസ്, നല്ലൊരു അഡ്വൈസ് ആയിരുന്നു. നല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇത്രയും നേരം ഈ സമയം തന്നതിന് വളരെ നന്ദി. നമസ്കാരം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടുന്ന എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ പേരിലും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരിലും എൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പേരിലും എല്ലാവിധ നന്ദി. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ചോദ്യം ഇതാണ്. നമ്മുടെ വർഗീസ് സർ പറയുണ്ടായി ചെന്നൈയിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്, പഠിച്ചത് എന്നെല്ലാം. അദ്ദേഹം ഏത് കോളേജിലായിരുന്നു ചെന്നൈയിൽ പഠിച്ചത്? ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ വർഗീസ് സർ ചെന്നൈയിൽ ഏത് കോളേജിലായിരുന്നു പഠിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം വിളിച്ച് അറിയിക്കേണ്ട നമ്പർ 0484231778 or 83. I repeat the number 0484231778 or 83. So viewers, ഇന്നത്തെ ഈ എപ്പിസോഡും നമുക്ക് നല്ലൊരു നോളജ്ഡ് എപ്പിസോഡായിരുന്നു. ബിക്കോസ് ഫിനാൻസിനെ കുറിച്ചും അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് എങ്ങനെയാണ് സഹായിക്കുന്നത്, ഒരുപാട് പൈസ മേടിക്കരുത് എന്നുള്ള നല്ല നല്ല ഐഡിയാസാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം കൊടുത്ത അഡ്വൈസ് നല്ലൊരു അഡ്വൈസാണ്. ഹാർഡ് വർക്കും ട്രാൻസ്പെറൻസിയും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല നമ്മൾ വെൽത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ മറക്കുന്നത് ജീവിക്കാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിന് പ്രയോറിറ്റി കൊടുക്കുക and then give priority for wealth. So anyways, this was a real good episode. I'll meet you with the same kind of episode next time. Until then, take care.